കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡിന്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സുധീഷിന്റെ മോശമായ പെരുമാറ്റത്തെ തുടർന്ന് നിധി വീട് വിട്ടിറങ്ങാൻ തീരുമാനിക്കുകയാണ്. അവൾ ദിവ്യയുടെ ഹോസ്റ്റലിൽ തന്നെ ഒരു റൂം റെഡിയാക്കി സുഭാഷ് ഏട്ടന്റെ പണി സൈറ്റിലേക്ക് ചെന്ന് ഈ കാര്യം അവതരിപ്പിക്കുന്നുണ്ട്. വളരെയധികം സങ്കടത്തോടെയാണെങ്കിലും സുഭാഷും അതിന് സമ്മതിക്കുന്നുണ്ട്. സാധനങ്ങൾ എടുക്കാനായി വീട്ടിലെത്തിയ അവൾ പോകുന്നതറിഞ്ഞ് ഹരീഷും നികേഷും ആകെ ടെൻഷൻ ആവുകയാ. സുധീഷിനും അതൊരു ഷോക്കാവുന്നുണ്ട്. അവൾ പോകുന്നതിൽ ഏറെ സങ്കടത്തോടെ നിൽക്കുന്ന നികേഷിനെ ആശ്വസിപ്പിച്ച് സുധീഷിനെ മൈൻഡ് ചെയ്യാതെ സുഭാഷ് ഏട്ടന്റെ കൂടെ അവൾ പോവാൻ തുടങ്ങുന്നേരം സുധീഷ് താൻ ചെയ്ത തെറ്റുകൾ ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിച്ച് അവളുടെ കാല് പിടിക്കുന്നുണ്ടെങ്കിലും അവൾ തന്റെ തീരുമാനത്തിൽ ഉറച്ച് സുഭാഷ് ഏട്ടനെയും കൂട്ടി ഹോസ്റ്റലിലേക്ക് പോവുകയാ. നിധി പോയതിൽ ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാകുന്ന സുധീഷ് എല്ലാത്തിനും കാരണക്കാരൻ അച്ഛനാണെന്ന് പറഞ്ഞ് അച്ഛനെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഞാൻ എന്താ ചെയ്തതെന്ന് അച്ഛൻ ചോദിക്കെ ചെയ്യേണ്ടതെല്ലാം ചെയ്തു വെച്ചിട്ട് ഇപ്പോ ഞാൻ എന്ത് ചെയ്തെന്ന് ചോദിക്കുന്നു. നിധി ഇപ്പോ ഈ വീട്ടിൽ നിന്ന് പോയില്ലേ, എന്നെ വേണ്ടെന്ന് പറഞ്ഞ് അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവളുടെ കാര്യം നോക്കി അവളും എന്റെ കാര്യം നോക്കി ഞാനും ഈ വീട്ടിൽ സമാധാനമായി താമസിക്കുകയല്ലായിരുന്നു. അവളെ ഭാര്യയാക്ക് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ എല്ലാം കൈവിട്ടു പോയില്ലേ. ഇനി അവൾ ഇങ്ങോട്ട് തിരിച്ചു വരികയില്ല. എന്റെ ജീവിതത്തിൽ ഇനി നിധി ഇല്ല എന്നിവൻ സങ്കടത്തോടെ പറയേ. നിധി പോയെങ്കിൽ എന്താ, രാവിലെ സൂര്യൻ വരും, നീ പോയി കിടന്നുറങ്ങുന്ന അച്ഛനും. അത് കേൾക്കെ സുധീഷും ദേഷ്യത്തോടെ ഒരു വടിയെടുത്ത് അച്ഛനെ അടിക്കാനായി ഒരുങ്ങുന്നുണ്ടെങ്കിലും അങ്ങോട്ട് വന്ന ഹരീഷ് അവനെ പിടിച്ചു മാറ്റുകയാ. എന്താ സുധീഷേട്ടാ ഈ ചെയ്യുന്നതെന്ന് ഹരീഷ് ചോദിക്കേ. പോയടാ, എല്ലാം പോയി, എന്റെ ജീവിതം തന്നെ തുലഞ്ഞു പോയി. നിധി അവളുടെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയില്ലേ, അവൾ എന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോയി. നിധി വന്നതിനു ശേഷം ഈ വീട്ടിലുണ്ടായിരുന്ന സന്തോഷവും സമാധാനവും എല്ലാം പോയില്ലേ. സത്യമായിട്ടും ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല എന്നവൻ സങ്കടത്തോടെ പറഞ്ഞു നിർത്തേ. അത് വിട്ടേക്കെന്ന് പറഞ്ഞ് ഹരീഷ് നികേഷിനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോവുകയാണ്. ടെൻഷനോടെ നിൽക്കുന്ന സുധീഷിന്റെ മനസ്സിലേക്ക് നിധിയും മൊത്തുള്ള സന്തോഷ നിമിഷങ്ങളെല്ലാം കടന്നു വരികയാണ്. അപ്പോഴേക്കും സുഭാഷ് നിധിയെയും കൊണ്ട് ഹോസ്റ്റലിലേക്ക് എത്തിയിരുന്നു. അവര് ദിവ്യ സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോഴേക്കും നിധി സുഭാഷ് ഏട്ടനെ ദിവ്യയെ പരിചയപ്പെടുത്തുന്നുണ്ട്. സുഭാഷും ആകെ ടെൻഷനോടെ ഇതാണോ മോളെ ഹോസ്റ്റൽ, റൂമെല്ലാം കണ്ടില്ലേ, നീ ഓക്കെ അല്ലേ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. ഓക്കെ തന്നെയാ സുഭാഷ് ഏട്ടൻ, പിന്നെ ഇത് ഹോസ്റ്റലല്ലേ, വലുതായൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ലല്ലോ എന്ന് നിധിയും പറയുന്നുണ്ട്. മോളെ നിധി, നീ ഇത് തീരുമാനിച്ചോ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കും. അതെ സുഭാഷ് ഏട്ടാ, ഇതാണ് ശരിയായ തീരുമാനമെന്ന് നിധിയും പറയുക. വാർഡൻ വെയിറ്റ് ചെയ്യുകയാണെന്ന് ദിവ്യ ഓർമ്മിപ്പിക്കുന്നതോടെ നിധി സുഭാഷ് ഏട്ടനെയും കൂട്ടി വാർഡന്റെ അരികിലേക്ക് പോവുകയാ. വാർഡന്റെ അരികിലേക്ക് ചെന്ന് ID പ്രൂഫ് എല്ലാം നൽകി ലോക്കൽ ഗാർഡിയനായി സുഭാഷ് സൈൻ ചെയ്യുമ്പോഴേക്കും നിധി തന്റെ ബാഗ് കൊണ്ടുവച്ച് വരാമെന്ന് പറഞ്ഞ് ദിവ്യയുടെ കൂടെ റൂമിലേക്ക് പോവുകയാ. വാർഡന്റെ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയ സുഭാഷിന്റെ മനസ്സിലേക്കും നിധി അവരുടെ വീട്ടിൽ താമസിച്ചിരുന്ന സമയത്തെ സന്തോഷ നിമിഷങ്ങളെല്ലാം ഓടിയെത്തുകയാണ്. അവൻ വിഷമത്തോടെ നിറഞ്ഞു വന്ന തന്റെ കണ്ണുകൾ തുടയ്ക്കുമ്പോഴാണ് നിധി അങ്ങോട്ട് വരുന്നത്. നിധിയെ കണ്ട് മോളെ പറ നിധി എന്ന് സുഭാഷ് ഏട്ടൻ പറയേ. സുഭാഷ് ഏട്ടൻ കരയുകയാണോ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. ഏയ് കരഞ്ഞതൊന്നുമല്ലെന്ന് സുഭാഷ് പറയേ. നിധിയും സങ്കടത്തോടെ കരയുകയാണ്. എന്തുപറ്റി മോളെ, നീ എന്തിനാ കരയുന്നെന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. ഇല്ല സുഭാഷ് ഏട്ടാ, ഒന്നുമില്ലെന്ന് പറഞ്ഞ് തന്റെ കണ്ണീർ തുടയ്ക്കുകയാ നിധി. അത് നിന്റെ കൂടി വീടല്ലേ മോളെ, എപ്പോ വേണേലും നിനക്ക് അവിടെ വരാലോ. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ ഒന്ന് ഫോണിൽ വിളിച്ചാ മതി. തനിച്ചായെന്ന് ചിന്തിക്കുകയേ വേണ്ട. നിനക്കായി അവിടെ ഒരു വീടുണ്ട്. സ്വന്തം ചേട്ടനായി ഈ സുഭാഷ് ഏട്ടനുണ്ട്. അനിയന്മാരായി നികേഷും ഹരീഷും എല്ലാം ഉണ്ട്. വെറുതെ ഓരോന്നോർത്ത് സങ്കടപ്പെടരുത്. നീ ഇങ്ങനെ ഹോസ്റ്റലിലൊക്കെ വന്ന് താമസിക്കുന്നത് ഓർക്കുമ്പോ എനിക്ക് പ്രയാസമാ. അതുകൊണ്ടാണ് നീ അവിടെ തന്നെ താമസിക്കണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. നിനക്ക് എപ്പോ വേണമെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് തിരികെ വരാം. നിന്നെ ഇവിടെ തനിയെ വിട്ടുപോവാൻ മനസ്സ് വരുന്നേയില്ല. സമയത്ത് ഭക്ഷണമൊക്കെ കഴിക്കണേ മോളെ, ഞാൻ പോയിട്ട് വരാമെന്ന് സുഭാഷ് ഏട്ടൻ സങ്കടത്തോടെ പറയും. നിധിയും ആകെ ടെൻഷനോടെ കരയുകയാ. കരയാതെ മോളെ, നീ അകത്തേക്ക് പോ, രാത്രിയായില്ലേ, രാത്രി സമയം പുറത്തെവിടെയും പോകരുത്, സൂക്ഷിക്കണേ. ബസ്സിലൊന്നും പോയി കഷ്ടപ്പെടാതെ ഓട്ടോയിൽ പോയി ഓട്ടോയിൽ തിരികെ വരണം എന്നൊക്കെ അവൾക്ക് നിർദ്ദേശങ്ങൾ നൽകി തന്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് കാശെടുത്ത് നിധിയുടെ നേരെ നീട്ടുക. വേണ്ട സുഭാഷ് ഏട്ടാ, എന്റെ കയ്യിലുണ്ടെന്ന് നിധി പറയേ. വാങ്ങിക്കും മോളെ, ഇതുകൂടി വെച്ചോ, നിന്റെ സുഭാഷ് ഏട്ടൻ തരുന്നതല്ല, എന്തെങ്കിലും ചിലവുകൾ ഉണ്ടാകും, ഇത് വെക്കെന്ന് പറഞ്ഞ് ആ ക്യാഷ് അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുക. നിനക്ക് കാശിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സുഭാഷ് ഏട്ടനെ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ കൊണ്ടുവന്ന് തരാം എന്നവൻ പറയേ. എന്റെ കയ്യിലുണ്ട് സുഭാഷ് ഏട്ടാ, ഫുഡിനും കൂടി ചേർത്താ പേയ്മെന്റ് നൽകിയത്, ക്യാഷ് ഒന്നും ഒരു പ്രശ്നമല്ലെന്ന് നിധി കരച്ചിലൂടെ പറയേ. ശരി മോളെ, നീ അകത്തേക്ക് കയറി പോയെന്ന് സുഭാഷ് ഏട്ടനും പറയുന്നു. സുഭാഷ് ഏട്ടൻ പോയിക്കോ സുഭാഷ് ഏട്ടാ, ഞാൻ സുഭാഷ് ഏട്ടനെ പറഞ്ഞു വിട്ടിട്ടേ അകത്തേക്ക് കയറുന്നുള്ളൂ എന്നവൾ പറയേ. ശരി മോളെ, ഞാൻ വരട്ടെ എന്ന് പറഞ്ഞ് സുഭാഷ് ഒരു നിമിഷം സങ്കടത്തോടെ അവളെ തന്നെ നോക്കി നിൽപ്പാ. കരച്ചിലോടെ നിൽക്കുന്ന നിധിയൊന്ന് നോക്കിക്കൊണ്ട് സുഭാഷ് നടന്നു നീങ്ങുമ്പോഴേക്കും വീണ്ടും അവൻ നിധിയുടെ അരികിലേക്ക് തിരിച്ചു വന്ന് നിധിയോടായി പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് തെറ്റായി എടുക്കല്ലേ മോളെ, കഴിയുമെങ്കിൽ നിന്നെക്കൊണ്ട് കഴിയുമെങ്കിൽ മാത്രം സുധീഷിനോട് നീ ക്ഷമിക്കണം. അവനത്രയ്ക്ക് വൃത്തികെട്ടവനൊന്നുമല്ല. ആ സമയത്ത് എന്തോ പൊട്ടബുദ്ധി തോന്നിയതാ. അവനങ്ങനെ മോശക്കാരനൊന്നുമല്ല. അവൻ വളരെ നല്ലൊരു പയ്യനാ.
അവൻ എങ്ങനെ സംസാരിക്കണമെന്നോ അവന്റെ മനസ്സിലുള്ളത് എങ്ങനെ മറ്റുള്ളവരോട് പ്രകടിപ്പിക്കണമെന്നോ അവൻ അറിയില്ല. വീട്ടിലൊരു അമ്മയുണ്ടായിരുന്നെങ്കിൽ വേണ്ടതെല്ലാം പറഞ്ഞുകൊടുത്ത് അവനെ വളർത്തുമായിരുന്നു. അവന് ഞാനല്ലേ വളർത്തിയത്. ആ പ്രായത്തിൽ എനിക്കറിയാവുന്നതാ ഞാനും അവന് പറഞ്ഞു കൊടുത്തത്. മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കണമെന്നോ എങ്ങനെ പെരുമാറണമെന്നോ ഒന്നും അവൻ അറിയില്ല. എന്നുവെച്ച് അവനിപ്പോ ചെയ്തത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. അവൻ ചെയ്തത് തെറ്റ് തന്നെയാ, വലിയ തെറ്റ്. എന്നിരുന്നാലും അവനോട് ക്ഷമിക്കാൻ കഴിയില്ലേ മോളെ? ഞാൻ വരട്ടെ മോളെ, സൂക്ഷിക്കണേ എന്ന് സുഭാഷേട്ടൻ പറയെ നിധിയും കരച്ചിലോടെ നിൽക്കുകയാ. നീ അകത്തു പോമോളെ, എന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്ന് സുഭാഷേട്ടൻ പറയെ. കരച്ചിലോടെ അത് സമ്മതിച്ച് സങ്കടത്തോടെ നിധി അകത്തേക്ക് കയറി പോവുകയാ. അവൾ പോകുന്നത് നോക്കി സങ്കടത്തോടെ നിൽക്കുകയാ സുഭാഷേട്ടനും. പിന്നീട് അവൾ പോയി കഴിയുമ്പോഴേക്കും സുഭാഷും അവിടുന്ന് പോകുന്നുണ്ട്. പിന്നീട് സുഭാഷ് തിരികെ ഓട്ടോയിൽ വീട്ടിലെത്തുമ്പോഴേക്കും ഓട്ടോയുടെ ശബ്ദം കേട്ട് സുഭാഷ് ഏട്ടാന്ന് വിളിച്ച് തളത്തിലിരിക്കുകയായിരുന്ന നികേഷും സുധീഷും എല്ലാം മുറ്റത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. സുധീഷ് പ്രതീക്ഷയോടെ ഓട്ടോയിലേക്ക് തന്നെ നോക്കി നിൽപ്പാം. സുഭാഷ് കാശ് കൊടുത്ത് ഇറങ്ങി വരുമ്പോഴേക്കും ഓട്ടോയും തിരിച്ചു പോകുന്നുണ്ട്. സുഭാഷും ഒന്നും മിണ്ടാതെ തളത്തിലേക്ക് എത്തുമ്പോഴേക്കും പുറകെ നികേഷും സുധീഷും അകത്തേക്ക് കയറി വരുന്നുണ്ട്. സുഭാഷ് ഏട്ടാ, നിധി എന്ന് ടെൻഷനോടെ സുധീഷ് ചോദിക്കേ. നിധിയെ താൻ ഹോസ്റ്റലിൽ കൊണ്ടുപോയി വിട്ടു എന്ന് സുഭാഷും പറയുകയാണ്. അവൾ തിരികെ വരുമെന്ന് വിചാരിച്ചെന്ന് സുധീഷ് ടെൻഷനോടെ പറയേ. അവളെന്താ കണ്ണുപൊത്തി കളിക്കുകയാണോ തിരിച്ചു വരാനായിട്ട്? ഈ വീട് വിട്ട് പോകണമെന്ന് അവൾ അപ്പോഴേ തീരുമാനമെടുത്തു കഴിഞ്ഞിരുന്നു എന്ന് സുഭാഷ് പറയേ. സുഭാഷ് ഏട്ടനൊന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കാമായിരുന്നില്ലേ എന്ന് സുധീഷും ചോദിക്കുന്നു. എന്താ ഞാൻ പറയേണ്ടിയിരുന്നത്? ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് വന്ന അവൾ എന്നോട് ഇക്കാര്യം പറഞ്ഞു. അവൾ പോവുകയാണെന്നും പോവരുതെന്ന് മാത്രം പറയരുതെന്നും പറയേ. ഞാൻ പിന്നെ എന്തു പറയാനാ? അവൾ എൻ്റെ അരികിലേക്ക് വന്ന് എന്നോടങ്ങനെ പറയുന്നത് തന്നെ ഒരു മര്യാദയാടാ. ഓഫീസിൽ നിന്ന് അപ്പോൾ തന്നെ അവൾക്ക് അങ്ങോട്ട് പോവുമായിരുന്നു. എന്തിന് എന്നോട് പറഞ്ഞിട്ട് പോവണം? അങ്ങനെ അവൾ നമുക്കൊരു വില തരേണ്ടതിന്റെ ആവശ്യമെന്താ? അവൾ ഈ വീട്ടിൽ താമസിക്കണമെന്നത് നമ്മുടെ മാത്രം ആവശ്യമായിരുന്നു, അതവൾക്കില്ലായിരുന്നു എന്നൊക്കെ സുഭാഷേട്ടൻ പറയുന്നതൊക്കെ. സുഭാഷേട്ടാ, നിധി സത്യമായും പോയോ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. പോയടാ, അവൾ പോയി. അവൾ എന്നെ ചേട്ടനായാ കണ്ടത്. ഞാനും അവളെ സ്വന്തം അനിയത്തിയെ പോലെയും. എന്നെ അവൾ ചേട്ടനായി കാണുന്നുണ്ടെന്ന് കരുതി നിന്നെ അവൾ ബ്രദറായി കാണുന്നെന്ന് അതിനർത്ഥമില്ല. നീയും അവളും ഒന്നിക്കരുതെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ല. നിനക്കെന്താ അത് മനസ്സിലാവാതെ പോയത്? നീയും നിധിയും ഒന്നിച്ച് സന്തോഷമായി ജീവിക്കണമെന്ന് എത്രമാത്രം ഞാൻ ആഗ്രഹിച്ചു എന്നറിയാമോ? നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും ആ ആഗ്രഹമുണ്ടായിരുന്നു. ഈ വീട്ടിൽ നമ്മൾ 5 ആണുങ്ങൾ മാത്രമല്ലേ താമസിച്ചിരുന്നത്. അവൾക്ക് നമ്മളെ എത്രമാത്രം വിശ്വാസമുണ്ടായിരുന്നു. നമ്മളെ വിശ്വസിച്ച അവൾ ഈ വീട്ടിൽ ഇത്രയും കാലം താമസിച്ചത്. നാട്ടുകാർക്കിടയിലും നമ്മുടെ വീടിനെ കുറിച്ച് വലിയ മതിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഈ കാര്യമെല്ലാം അറിഞ്ഞിട്ടും നമ്മളോടുള്ള വിശ്വാസം കാരണം അവൾ ഈ വീട്ടിൽ താമസിച്ചു. നിധി ഈ വീട്ടിൽ വന്ന് താമസിച്ചതിനു ശേഷം ആളുകൾക്കിടയിലും ഒരു മതിപ്പുണ്ടായി. ആ വിശ്വാസത്തെയാണ് നീ തകർത്തില്ലാതാക്കിയത് എന്നൊക്കെ സുഭാഷേട്ടൻ സുധീഷിനെ കുറ്റപ്പെടുത്തേ. സുഭാഷേട്ടാ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. എനിക്കവളെ വളരെ ഇഷ്ടമായിരുന്നു. പക്ഷേ എന്നെക്കൊണ്ടത് അവളോട് പറയാൻ കഴിഞ്ഞില്ല എന്നവൻ ടെൻഷനോടെ പറയേ. നിനക്ക് അവളെ ഇഷ്ടമായിരുന്നെങ്കിൽ നീ അവളെ അത് പതിയെ പറഞ്ഞു മനസ്സിലാക്കണമായിരുന്നു. അവൾക്ക് ഇഷ്ടമാവുന്നതുവരെ കാത്തിരിക്കണമായിരുന്നു. എല്ലാം നീ ഇല്ലാതാക്കിയില്ലേ, ഇനി ഞാനെന്തു പറയാനാ എന്ന് സുഭാഷേട്ടൻ പറയേ. അപ്പോ അങ്ങനെയല്ലേ സുഭാഷേട്ടാ, അവൾ ഇനി വീട്ടിലേക്ക് തിരിച്ചു വരികയില്ല അല്ലേ എന്ന് സുധീഷും സങ്കടത്തോടെ ചോദിക്കേ. എനിക്കറിയില്ലടാ എന്ന് മനസ്സ് നേറി സുഭാഷേട്ടനും പറയുകയാ. അത് കേൾക്കെ നികേഷും തന്റെ നിറഞ്ഞു വന്ന കണ്ണുകൾ തുടയ്ക്കുന്നുണ്ട്. നിധിയില്ലാത്ത കിളിക്കൂട് ആകെ ശോകമുഖമായ അവസ്ഥയിലാണ്. ആകെ തകർന്നുപോയ സുധീഷ് സങ്കടത്തോടെ ഒറ്റയ്ക്കിരിക്കുകയാ. തളത്തിൽ ഉറങ്ങാനായി കിടക്കുന്ന സുഭാഷും നികേഷും പരസ്പരം മിണ്ടാതെ സങ്കടത്തോടെ കിടക്കുകയാ. സുഭാഷിന്റെ മനസ്സിലപ്പോൾ നിധി സൈറ്റിൽ വന്ന് താൻ ഹോസ്റ്റലിലേക്ക് മാറുകയാണെന്ന് പറഞ്ഞതും സങ്കടത്തോടെ നിധി ഹോസ്റ്റലിലേക്ക് കയറിപ്പോകുന്ന നിമിഷങ്ങളും കടന്നു വരികയാ. നിധിയും അവിടെ ഹോസ്റ്റലിൽ സങ്കടത്തോടെ ഉറങ്ങാതെ ബെഡിലിരിപ്പാ. ഉറങ്ങാൻ കഴിയാതെ അസ്വസ്ഥതയോടെ കിടക്കുന്ന നികേഷിനെ കണ്ട്, നികേഷേ എന്താ നീ ഉറങ്ങിയില്ലേ എന്ന് സുഭാഷേട്ടൻ ചോദിക്കുന്നുണ്ട്. ഇല്ല സുഭാഷേട്ടാ, ഉറക്കം വരുന്നില്ല. ഈ വീട്ടിലെ ഏട്ടത്തിയില്ലാത്തത് വളരെ കഷ്ടം തന്നെയാ. ഏടത്തിനെ തിരികെ വരില്ലേ സുഭാഷേട്ടാ എന്ന് നികേഷ് ചോദിക്കും. നികേഷേ, അതെല്ലാം മറന്ന് ഉറങ്ങാൻ നോക്ക് എന്ന് സുഭാഷേട്ടൻ പറയുന്നുണ്ടെങ്കിലും എനിക്ക് ഉറക്കം വരുന്നില്ല സുഭാഷേട്ടാ. ആകെ വല്ലാത്തൊരവസ്ഥയാ. ഏടത്തിയില്ലാത്ത ഈ വീട്ടിൽ താമസിക്കാനേ തോന്നുന്നില്ല. എല്ലാത്തിനും കാരണം സുധീഷേട്ടനാണ്. സുധീഷേട്ടൻ പോയി കുടിച്ചത് കൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായതെന്ന് നികേഷ് പറയേ. സുധീഷ് നിധിയെ കല്യാണം കഴിച്ച് കൂട്ടിക്കൊണ്ടു വന്നതാ, അത് അവർക്കിടയിലുള്ള പ്രശ്നം എന്ന് സുഭാഷ് പറയേ. ഏടത്തിക്ക് സുധീഷേട്ടനെ ഇഷ്ടമല്ലെന്ന് നികേഷും പറയുന്നുണ്ട്. അതല്ലേ അവർക്കിടയിൽ പ്രശ്നമാണെന്ന് ഞാൻ പറഞ്ഞത്. നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട. അവൻ ചെയ്തത് വലിയ തെറ്റാണെന്നോർത്ത് അവനും ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഇത് അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ നടക്കുന്ന പ്രശ്നമാണ്. നമ്മൾ അതേക്കുറിച്ച് സംസാരിക്കരുത്. നികേഷേ, നീ ഒരു ചെറിയ കുട്ടിയില്ല. നിനക്കെല്ലാം മനസ്സിലാവും. എല്ലാം മനസ്സിലാക്കി മിണ്ടാതിരിക്കെ. കരഞ്ഞതുകൊണ്ടോ സങ്കടപ്പെട്ടതുകൊണ്ടോ നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ സുഭാഷും അവനെ ആശ്വസിപ്പിക്കുകയാണ്.
ഉറങ്ങാതെ അസ്വസ്ഥതയോടെ ഇരിക്കുന്ന നിധിയുടെ മനസ്സിലേക്കും കിളിക്കൂടിൽ എല്ലാവരുമൊത്തുള്ള സന്തോഷ നിമിഷങ്ങളാണ് ഓടിയെത്തുന്നത്. സുധീഷിന്റെ മനസ്സിലേക്കും നിധിയുമൊത്തുള്ള സന്തോഷ നിമിഷങ്ങളാണ് കടന്നു വരുന്നത്. പിന്നീട് ഉറങ്ങാനായി ബെഡിലേക്ക് കിടക്കുന്ന നിധി സങ്കടത്തോടെ കരഞ്ഞു തളർന്ന് ഉറങ്ങിപ്പോവുകയാ. രാവിലെ അലാറം അടിക്കുന്ന ശബ്ദം കേട്ടാണ് നിധി ഉറക്കമുണരുന്നത്. എന്നത്തെയും പോലെ ടേബിളിൽ വെച്ചിരിക്കുന്ന മൊബൈൽ എടുക്കാനായി അവൾ കണ്ണു തുറക്കാതെ കൈനീട്ടുമ്പോഴേക്കും മൊബൈൽ കിട്ടാതെ അവൾ കണ്ണു തുറക്കുകയാ. പെട്ടെന്നാണ് അവൾക്ക് താൻ വീട്ടിലല്ലെന്നും ഹോസ്റ്റലിലാണെന്നുമുള്ള കാര്യം ഓർമ്മ വരുന്നത്. ടെൻഷനോടെ അവൾ എഴുന്നേറ്റ് തന്റെ ബാഗിലായിരുന്ന അലാറം അടിക്കുന്ന മൊബൈൽ എടുത്ത് അലാറം ഓഫ് ചെയ്യുന്നുണ്ട്. അവളുടെ മനസ്സിലപ്പോൾ നേരം വെളുത്തിട്ടും തളത്തിൽ കിടന്നുറങ്ങുന്ന സുധീഷിനെയും ഹരീഷിനെയും നികേഷിനെയും എല്ലാം താൻ ഉറക്കമുണർത്തി എഴുന്നേൽപ്പിച്ചു വിടുന്ന കാര്യം ഓർമ്മയിലെത്തുകയാണ്. അതോലോചിച്ച് ടെൻഷനോടെ ഒരു നിമിഷം നിന്ന് ബാത്റൂമിൽ പോയി ഫ്രഷായി വന്ന് മെസ്സിൽ പോയി ഒരു ഗ്ലാസ് ചായയുമായി ബെഡിലേക്ക് വന്നിരുന്ന് ചായ കുടിക്കുമ്പോഴേക്കും ആ ചായ ഇഷ്ടമാവാതെ അവൾ മാറ്റിവെക്കുന്നുണ്ട്. സുഭാഷേട്ടനും അനിയന്മാർക്കുമെല്ലാം താൻ ചായ ഉണ്ടാക്കി കൊടുത്ത സമയത്ത് ചായ സൂപ്പർ ആയിട്ടുണ്ടെന്ന് നികേഷ് പറയുന്ന കാര്യമാണ് നിധിയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അപ്പോഴേക്കും ഭാസ്കരൻ തന്റെ സൈക്കിളിൽ ഹോസ്റ്റലിന് മുന്നിൽ എത്തിയിരുന്നു. നിധിയും റൂമിലെ ജനൽ തുറന്ന് പുറത്തെ കാഴ്ചകൾ നോക്കി നിൽക്കുന്നതിനിടയിലാണ് താഴെ സൈക്കിൾ നിർത്തി നിൽക്കുന്ന അച്ഛനെ കാണുന്നത്. അവളും അമ്പരപ്പോടെ അച്ഛൻ എന്താ ഇത്ര രാവിലെ തന്നെ ഇവിടെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ മനസ്സിൽ പരിഭ്രമത്തോടെ ചിന്തിച്ച് അവൾ അച്ഛന്റെ അരികിലേക്ക് ചെല്ലുകയാ. അവൾ ചെന്ന് ഗേറ്റ് തുറക്കുമ്പോഴേക്കും അച്ഛനും അവളുടെ അടുത്തേക്ക് ചെന്ന്, മോളെ ഇതാണോ നിന്റെ ഹോസ്റ്റൽ? നിന്നെ ഏത് ഹോസ്റ്റലിലാ കൊണ്ടുപോയി വിട്ടെന്ന് ഞാൻ സുഭാഷിനോട് ചോദിച്ചു. അവൻ പറയില്ലെന്ന് തീർത്തു പറഞ്ഞു. അതാ ഞാൻ കഷ്ടപ്പെട്ട് തേടി കണ്ടുപിടിച്ചത് എന്ന് അച്ഛൻ പറയേ, ഇത്ര രാവിലെ തന്നെ അച്ഛൻ എന്താ ഇവിടെ? ഈ സമയത്ത് അച്ഛൻ എണീക്കാറ് പോലും ഇല്ലല്ലോ എന്ന് നിധി സംശയത്തോടെ ചോദിക്കേ, മോളെ കാണാനാ ഞാൻ വന്നത് എന്ന് അച്ഛനും ടെൻഷനോടെ പറയുന്നുണ്ട്. എന്നെ കാണാനോ? എന്താ കാര്യം പറയച്ച എന്ന് നിധി പറയും. ഒന്നും മിണ്ടാതെ ടെൻഷനോടെ തല കുനിച്ച് നിൽപ്പ അച്ഛനും. സോറി, അച്ഛനെ അകത്തേക്ക് കൊണ്ടുപോകാൻ നിർവാഹമില്ല. ഇതൊരു ലേഡീസ് ഹോസ്റ്റലാണ്, വാർഡൻ ഇതൊന്നും അനുവദിക്കില്ല എന്നവൾ അച്ഛനോടായി പറയേ, അതൊന്നും കുഴപ്പമില്ല മോളെ, ഞാൻ ഹോസ്റ്റലിനകത്ത് കയറി ഇരിക്കാനൊന്നുമല്ല വന്നത്, നിന്നെ കണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ട് പോവാനാ വന്നത് എന്നച്ഛൻ പറയേ. എന്നോട് എന്ത് കാര്യം സംസാരിക്കാനായെന്ന് നിധിയും ചോദിക്കുന്നു. ഭാസ്കരനും ടെൻഷനോടെ, മോളെ നീ ഇങ്ങനെ പെട്ടെന്ന് വീട് വിട്ടിറങ്ങി വരണ്ടായിരുന്നു. എന്താ മോളെ, ഒരു ലോഡ്ജ് പോലെ ഉണ്ടല്ലോ, ഈ ഹോസ്റ്റലിലാണോ നീ താമസിക്കുന്നതെന്ന് അച്ഛൻ ചോദിക്കേ. കണ്ടാൽ ലോഡ്ജ് പോലെയൊക്കെ ഉണ്ടാവും, പക്ഷേ നല്ല റൂമൊക്കെയാ എന്നവൾ പറയേ. സുധീഷ് അങ്ങനെ ചെയ്തത് കൊണ്ടാണോ മോളിങ്ങനെ പെട്ടെന്ന് വീട് വിട്ടിറങ്ങിയത്? അവനങ്ങനെ മോശമായി മോളോട് പെരുമാറാൻ കാരണം അവൻ മാത്രമല്ല, ഞാനാണ് അതിന് കാരണം. അവൻ നിന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതല്ലേ. നിങ്ങളുടെ കല്യാണം എങ്ങനെ നടന്നതായാലും എന്തു തന്നെയായാലും നീ തന്നെയല്ല അവന്റെ ഭാര്യ എന്നച്ഛൻ ചോദിക്കേ. അങ്ങനെയൊന്നുമല്ല, അപ്പോഴത്തെ ഒരവസ്ഥയിൽ വേറെ വഴിയില്ലാതെയാ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ കല്യാണം കഴിച്ചത്. അതൊരു വ്യാജ കല്യാണമായിരുന്നുവെന്ന് നിധി പറയേ. അതെ, പക്ഷേ നീ മാത്രമേ അങ്ങനെ ചിന്തിച്ചിട്ടുള്ളൂ. എല്ലാ ആണുങ്ങളും അങ്ങനെ ചിന്തിക്കുമെന്ന് വിചാരിക്കേണ്ട. അവന് നിന്നെ വളരെയധികം ഇഷ്ടമാണ്. നിന്നെ അവൻ ഭാര്യയായിട്ടാണ് കാണുന്നത് എന്നൊക്കെ ഭാസ്കരൻ ഒച്ചവെക്കെ. നിങ്ങൾ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്തിനാണെന്ന് നിധിയും ചോദിക്കുന്നു. ഇല്ല മോളെ, ഞാൻ ദേഷ്യപ്പെടുന്നില്ല. സുധീഷ് അവിടെ ചുമ്മാതിരിക്കുകയായിരുന്നു. ഞാനാണ് അവനെ ഓരോന്ന് പറഞ്ഞ് എരികേറ്റി വിട്ടത്. നിധിയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതല്ലേ. നിങ്ങളിങ്ങനെ പരസ്പരം സംസാരിക്കുകയോ കാണാതെയോ ഇരിക്കുന്നത് അത്ര നല്ല കാര്യമല്ലല്ലോ. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് സന്തോഷമായി ഒരു കുടുംബമായി ജീവിക്കണമെന്ന് ഞാനാണ് അവനെ ഉപദേശിച്ചത്. അതിൽ കൂടുതൽ ഞാൻ അവനോട് വേറൊന്നും പറഞ്ഞിട്ടില്ല. അന്നവൻ മോളോട് അങ്ങനെ പെരുമാറിയതിലുള്ള കാരണം ഞാൻ തന്നെയാണ്. ഞാനാണ് ആവശ്യമില്ലാതെ ഓരോന്ന് പറഞ്ഞ് അവനെ എരിവ് കയറ്റി വിട്ടത്. നീ അവനെ തെറ്റിദ്ധരിക്കല്ലേ മോളെ എന്നൊക്കെ അച്ഛൻ പറയുന്നവർക്ക് ദേഷ്യത്തോടെ, സുധീഷിനെ രക്ഷിക്കാനായി വന്നതാണോ അച്ഛൻ, അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കാനായി സുധീഷ് തന്നെ പറഞ്ഞു വിട്ടതാണോ എന്നൊക്കെ നിധി ചോദിക്കെ. അവൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എന്നെ പറ്റി മോൾക്കറിയുന്നതല്ല. അവനങ്ങനെ പറഞ്ഞാലും ഞാൻ അത് സംസാരിക്കാനായി ഇങ്ങോട്ട് വരുമോ? എനിക്കങ്ങനെ പറയാൻ തോന്നിയത് കൊണ്ടാ ഇങ്ങോട്ട് വന്നത്. വെറുതെ ഇരുന്നവൻ എന്റെ ഉപദേശം കൊണ്ടാ ഇങ്ങനെയെല്ലാം പെരുമാറിയത്. എനിക്കാകെ വിഷമമായി മോളെ. ഇതുവരെയും ഇത്രയധികം എന്റെ മനസ്സ് വിഷമിച്ചിട്ടില്ല. അതാ മോളെ കണ്ട് സത്യം തുറന്നു പറയണമെന്ന് കരുതി വന്നത്. അന്ന് ഞാൻ എന്റെ വായടച്ച് മിണ്ടാതിരിക്കുകയാണെങ്കിൽ അവനെ റൂമിലേക്ക് വരില്ലായിരുന്നു. ഞാനാണ് ആവശ്യമില്ലാതെ ഓരോന്ന് പറഞ്ഞ് അവൻ എരിവ് കയറ്റി വിട്ടത് എന്നച്ഛൻ പറയേ. വിവരമില്ലേ നിങ്ങൾക്ക് എന്ന് ദേഷ്യത്തോടെ നിധിയും ചോദിക്കുന്നുണ്ട്. ഒരച്ഛൻ ചെയ്യുന്ന പണിയാണോ ഇത്? അച്ഛന്റെ ഉപദേശവും കേട്ട് മകൻ കള്ളും കുടിച്ച് റൂമിലേക്ക് വന്നിരിക്കുന്നു. എങ്ങനെയാണ് ഒരാൾക്ക് ഉപദേശം നൽകേണ്ടത്? നിങ്ങൾക്ക് എന്റെ മനസ്സിൽ ഒരു വിലയുണ്ടായിരുന്നു. വീട്ടിലെല്ലാവരും നിങ്ങളെ പറ്റി മോശമായി സംസാരിക്കുന്നതിന് കാരണം ഇപ്പോഴാ മനസ്സിലായത് എന്നൊക്കെ അവൾ ഒച്ചത്തിൽ പറയേ. മോളെ ഒന്ന് പതിയെ സംസാരിക്കേ, എല്ലാവരും ശ്രദ്ധിക്കും എന്ന് അച്ഛനും പറയുന്നുണ്ട്. എന്തച്ഛനാ നിങ്ങളെ, ഒരു മകനെ ഇങ്ങനെയുള്ള ഉപദേശങ്ങളാണോ നൽകുന്നത് എന്നവൾ ചോദിക്കേ. കൊടുക്കാൻ പാടില്ല മോളെ, അറിയാതെ പറ്റിപ്പോയതാ, ക്ഷമിക്കും മോളെ എന്ന് ഭാസ്കരൻ പറയേ. ഞാനന്ന് എല്ലാവരോടും പറഞ്ഞതല്ലേ ഇതൊരു കല്യാണമല്ലെന്നും അന്നത്തെ ഒരവസ്ഥയിൽ ഒരു വ്യാജ കല്യാണം നടത്തിയതാണെന്നും
വീട്ടിലെല്ലാവർക്കും ഇക്കാര്യം അറിയുന്നതുമല്ലേ, നിങ്ങൾക്ക് മാത്രം എന്തു പറ്റി? അക്കാര്യം ഓർക്കുകകൂടി ചെയ്യാതെ സുധീഷിനെ എരിവ് കയറ്റിയതും പറഞ്ഞു വന്നിരിക്കുന്നു. നിങ്ങൾക്കോ വിവരമില്ല. നിങ്ങൾ പറഞ്ഞതും കേട്ട് ഉടനെ സുധീഷ് അങ്ങനെ റൂമിലേക്ക് കയറി വരാൻ പാടുണ്ടോ? നാണമാവുന്നില്ലേ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ? വെറുതെ അല്ല നിങ്ങളുടെ മക്കൾ നിങ്ങളോട് സംസാരിക്കാത്തതും നിങ്ങളെ വെറുക്കുന്നതും. ഇതല്ലേ നിങ്ങളുടെ സ്വഭാവം? വയസ്സാവും തോറും എല്ലാവരും മെച്ചൂരിറ്റി ആവുകയാ ചെയ്യാറ്. നിങ്ങൾക്ക് വയസ്സാവും തോറും മെച്ചൂരിറ്റി ഇല്ലാതെ ആവുകയാണോ? ഒരച്ഛൻ ഇങ്ങനത്തെ ഉപദേശങ്ങളൊക്കെയാണോ മകന് നൽകുന്നത് എന്നൊക്കെ ചോദിച്ചവൾ ചെവി പൊട്ടുന്ന ചീത്ത വിളിക്കുകയാണ്. ഭാസ്കരനും ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോന്ന് പരിഭ്രമത്തോടെ ചുറ്റുപാടും നോക്കിക്കൊണ്ട് കൈകൂപ്പി നിധിയോടായി പറയുന്നുണ്ട്. നിർത്തുമോളെ, ഒരു ചെറിയ പെൺകുട്ടിയല്ലേ, വിവരമുള്ളവളല്ലേ. ഞാൻ ചെയ്ത തെറ്റ് പറഞ്ഞു മനസ്സിലാക്കി പോവാമെന്ന് കരുതി വന്നതാ. എന്നെ ചീത്ത വിളിച്ച് മാനം കെടുത്തുകയാണോ നീ എന്ന് ഭാസ്കരനും ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ നിധി വീണ്ടും അദ്ദേഹത്തെ ഉച്ചത്തിൽ ചീത്ത വിളിക്കുമ്പോഴേക്കും അദ്ദേഹം അവിടുന്ന് പെട്ടെന്ന് തന്റെ സൈക്കിളുമെടുത്ത് ഇറങ്ങി പോവുകയാ. നിധി പോയതോടുകൂടി ആകെ തകർന്ന അവസ്ഥയിൽ സുധീഷും തളത്തിലിരിക്കുമ്പോഴാണ് നികേഷ് കോളേജിൽ പോകാൻ റെഡിയായി അങ്ങോട്ട് വന്ന് സുഭാഷേട്ടാ സമയമായെന്ന് അടുക്കളയിലേക്ക് വിളിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ വരാ നികേഷ് എന്ന് സുഭാഷും അടുക്കളയിൽ നിന്ന് വിളിച്ച് പറയുമ്പോഴേക്കും സുധീഷ് അവന്റെ അരികിലേക്ക് ചെന്ന്, എടാ നികേഷ്, എന്തെങ്കിലും ഒന്ന് സംസാരിക്കടാ, ഞാൻ അറിയാതെ ചെയ്തു പോയതാടാ, ഇനി സത്യമായിട്ടും ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല നികേഷേ പ്ലീസ് എന്നൊക്കെ സുധീഷ് പറയുന്നുണ്ടെങ്കിലും നികേഷ് അവനെ മൈൻഡ് ചെയ്യാതെ തന്റെ ബാഗിലേക്ക് ബുക്ക് എടുത്തു വെച്ചുകൊണ്ടിരിക്കുക. ഹരീഷ് റെഡിയായി അങ്ങോട്ട് വരുമ്പോഴേക്കും സുധീഷ് ഹരീഷിന്റെ അരികിലേക്ക് ചെന്ന്, ഹരീഷെ, അറിയാതെ പറ്റിപ്പോയതാടാ, എന്നെ പറ്റി നിനക്ക് നന്നായി അറിയില്ലേടാ, എന്നോട് ക്ഷമിക്കടാ ഹരീഷെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവനും മൈൻഡ് ചെയ്യാതെ നിൽപ്പാ. നികേഷിന്റെ ലഞ്ച് ബോക്സുമായി സുഭാഷേട്ടനും അപ്പോഴേക്കും അങ്ങോട്ടെത്തുന്നുണ്ട്. സുധീഷ് സുഭാഷേട്ടന്റെ അരികിലേക്ക് ചെന്ന്, സുഭാഷേട്ടാ എന്നോട് ക്ഷമിക്കു സുഭാഷേട്ടാ, സോറി സുഭാഷേട്ടാ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സുഭാഷും അവനെ മൈൻഡ് ചെയ്യാതെ അടുക്കളയിലേക്ക് പോവുകയാണ്. അത് കണ്ട് ആകെ ദേഷ്യത്തോടെ സുധീഷും, ഇപ്പൊ എന്താ, വീട്ടിൽ ആരെങ്കിലും ചത്തുപോയോ? എന്താ എല്ലാവരും ഇങ്ങനെ വിഷമത്തോടെ നിൽക്കുന്നത് എന്ന് സുധീഷ് ചോദിക്കേ നികേഷും ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ എന്താ ഇപ്പൊ ചെയ്യേണ്ടത്? ചിരിക്കണോ അല്ലെങ്കിൽ ഡാൻസ് കളിക്കണോ? എന്താ ചെയ്യേണ്ടതെന്ന് പറ. സുധീഷിനല്ലേ എല്ലാം ഇങ്ങനെ ആക്കിയതെന്ന് നികേഷ് ചോദിക്കേ. നിന്നോട് ഇവിടെ ഇപ്പൊ ആരും ചിരിക്കാനോ ഡാൻസ് കളിക്കാനോ പറഞ്ഞില്ല. ഏതോ മരിച്ചുപോയ വീട് പോലെ എല്ലാവരും മുഖത്ത് വിഷമവുമായി നടക്കുന്നു. നിധി ഈ വീട് വിട്ടുപോയി, ഞാനല്ലല്ലോ അവളോട് പോവാൻ പറഞ്ഞത് എന്ന് സുധീഷ് പറയെ. എടുത്തിയുടെ ഇഷ്ടത്തിനിറങ്ങി പോയതാണല്ലോ എന്ന് ഹരീഷും പറയുന്നുണ്ട്. അതേടാ, ഞാൻ തന്നെയാ തെറ്റ് ചെയ്തത്, ഞാൻ തന്നെയാ അവൾ പോവാൻ കാരണക്കാരൻ. ഞാൻ മദ്യപിച്ചു വന്ന് അതിനുവേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ, അവൾ എന്റെ ഭാര്യയല്ലേടാ എന്ന് സുധീഷ് ചോദിക്കേ. പക്ഷേ എടുത്തി സുധീഷേട്ടൻ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ എന്ന് ഹരീഷും പറയുന്നുണ്ട്. അപ്പോഴേക്കും സുഭാഷും അങ്ങോട്ട് വന്ന്, അതൊന്നും നിനക്ക് അറിയില്ല ഹരീഷേ, അതെല്ലാം ഇവന് മാത്രമേ അറിയൂ. ഇവരുടെ കല്യാണം എങ്ങനെയാ നടന്നതെന്ന് നിധി ഈ വീട്ടിലേക്ക് വന്ന സമയത്ത് തന്നെ പറഞ്ഞത്. റിസപ്ഷനിൽ വന്ന് നിന്ന കാര്യം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്നൊക്കെ സുഭാഷേട്ടൻ പറയേ. സുഭാഷേട്ടാ, അവൾ അങ്ങനെ കണ്ടിട്ടുള്ളൂ, പക്ഷേ എനിക്ക് അങ്ങനെയല്ലല്ലോ. അവളെ കണ്ട അന്നു തൊട്ടേ എനിക്ക് അവളെ ഇഷ്ടമാണ്. നിധിയെ വേറൊരുത്തൻ കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞ് ഞാൻ എത്ര വിഷമിച്ചു എന്നറിയോ എന്ന് സുധീഷ് പറയേ. സുധീഷേട്ടന് പിന്നെ കാണുന്നവരെല്ലാം അപ്പോഴേ ഇഷ്ടമാവുമല്ലോ എന്ന് നികേഷും പറയുന്നുണ്ട്. അത് കേൾക്കെ ടെൻഷനോടെ സുധീഷും, നിങ്ങൾ എന്നെ ഒരു ചീത്ത മനുഷ്യനായി കണ്ടോ, പക്ഷേ അതിൽ സത്യമില്ല. എനിക്ക് നിധിയോടുണ്ടായിരുന്ന ഫീലിങ്സ് വേറെയാ. ഞാൻ അവളോട് ചെയ്തത് തെറ്റു തന്നെയാ, പക്ഷേ എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്. എന്റെ മനസ്സിൽ അവൾ ഒരു രാജ്ഞിയെ പോലെയാണ്. അത് അവൾക്കും അറിയില്ല, നിങ്ങൾക്കും മനസ്സിലാവുന്നില്ല. ഞാൻ ചെയ്തത് തെറ്റല്ലെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടേ ഇല്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും എന്നെ ഇങ്ങനെ ഒരു പീഡന കേസിലെ പ്രതിയെ പോലെ പെരുമാറരുത്, എനിക്കത് താങ്ങാനാവില്ല എന്നവൻ പറയേ. ഓ, പിന്നെ എങ്ങനെയാ ഞങ്ങൾ നടക്കേണ്ടത്? നിങ്ങൾ ചെയ്ത കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്തുകൊണ്ടോ എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ സുധീഷും ദേഷ്യത്തോടെ, അതാണോ ഞാൻ പറഞ്ഞതിനർത്ഥം? മതി, ഇനി ആരും എന്നെ മനസ്സിലാക്കണ്ട, ഞാനൊരു ദുഷ്ടൻ തന്നെയാ. നിധി പോയി, ജോലി പോയി, ലൈസൻസുമില്ല, എനിക്കൊരു വിഷമം വന്ന ആരും കൂടെയില്ല, ഈ വീട്ടിലുള്ള ആരും എന്നെ മനസ്സിലാക്കുന്നുമില്ല. അങ്ങനെ തന്നെ ആവട്ടെ, ഞാൻ ഓക്കെയാ, ഞാൻ എങ്ങനെയെങ്കിലും നശിച്ചു തീരട്ടെ, ആരും എന്നെ ഓർത്ത് സങ്കടപ്പെടണ്ട എന്ന് പറഞ്ഞവൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാ. റോഡിലൂടെ സങ്കടത്തോടെ നടന്നു നീങ്ങുമ്പോഴും സുധീഷിന്റെ മനസ്സിലേക്ക് മദ്യലഹരിയിൽ താൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങളും അതിനെ തുടർന്ന് നിധി വീട് വിട്ട് പോയതുമെല്ലാമാണ് കടന്നു വരുന്നത്. അപ്പോഴാണ് എതിരെ വരുന്ന രണ്ടു സ്ത്രീകൾ തമ്മിൽ സംസാരിക്കുന്നത് സുധീഷ് കേൾക്കുന്നത്. ഇവന്റെ വീട്ടിൽ എന്താണ് നടന്നതെന്നറിയാമോ? അവന്റെ ഭാര്യ അവനെ വിട്ട് ഓടിപ്പോയി എന്നൊരു സ്ത്രീ പറയെ. അവരുടെ വീട്ടിൽ എപ്പോഴും നടക്കുന്ന കാര്യം തന്നെയില്ലേ ഇത് എന്ന് മറ്റേ സ്ത്രീയും പറയുന്നുണ്ട്. അവരുടെ പുറകെ വരികയായിരുന്ന വേറൊരു സ്ത്രീയും സുധീഷിനെ അവിടെ വിളിച്ചു നിർത്തി. എന്താ സുധീഷേ, നിന്റെ ഭാര്യ വീട് വിട്ട് ഓടിപ്പോയോ എന്ന് ചോദിക്കെ സുധീഷും ദേഷ്യത്തോടെ അവരുടെ അരികിലേക്ക് ചെന്ന്, ഓടിപ്പോകുന്നത് നിങ്ങൾ കണ്ടോ? കണ്ടതുപോലെയാണല്ലോ പറയുന്നത് എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. ഓടിപ്പോയി എന്ന് വെച്ചാ ആ അർത്ഥമല്ല സുധീഷേ, നിന്നെ വിട്ടുപോയോന്നാ. ആ വീട്ടിൽ ഒരു പെണ്ണ് താമസിക്കുന്നതറിഞ്ഞ് എല്ലാവർക്കും അത്ഭുതമായിരുന്നു. അന്നേ എല്ലാവരും പറഞ്ഞു കുറച്ചു നാള് കഴിയുമ്പോൾ ആ പെണ്ണ് ആ വീട് വിട്ടിറങ്ങി പോകുമെന്ന്.
അതുപോലെ തന്നെയാണോ ഇനി നിന്റെ ഭാര്യ വീട്ടിലേക്ക് തിരിച്ചു വരില്ലേ എന്നൊക്കെ ഇവർ ചോദിക്കുന്നുണ്ടെങ്കിലും സുധീഷ് ഒന്നും വേണ്ടാതെ ദേഷ്യം കടിച്ചമർത്തി നിൽപ്പാ. നിന്റെ മുഖം കണ്ടാലേ അറിയാം അവൾ ഇനി തിരിച്ചു വരില്ലെന്ന് എന്നവർ പറയാം. അതെ, അവൾ പോയി. എന്താ നീ വരുന്നോ എന്റെ വീട്ടിലേക്ക്? വരുന്നോ എന്ന് സുധീഷ് ദേഷ്യത്തോടെ ചോദിക്കേ. എന്താടാ നീ ഇങ്ങനെയെല്ലാം സംസാരിക്കുന്നത്? എന്റെ ഭർത്താവ് ഇത് അറിഞ്ഞാലുണ്ടല്ലോ നിന്നെ ഈ ഭൂമിയിൽ തന്നെ വെച്ചേക്കില്ല. ആരോടാ നീ കൂടെ വരുന്നെന്ന് ചോദിക്കുന്നേ എന്നാ സ്ത്രീ ദേഷ്യത്തോടെ ചോദിക്കേ. നിങ്ങൾക്ക് എന്നോട് എന്തു വേണമെങ്കിലും ചോദിക്കാമല്ലേ, പക്ഷേ ഞാനൊന്നും അങ്ങോട്ട് തിരിച്ചു ചോദിക്കാൻ പാടില്ല. അതെന്ത് ന്യായമാ? എന്റെ വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അത്രയ്ക്കിഴങ്ങ് ടെൻഷൻ ആവേണ്ട കാര്യമുണ്ടോ? മര്യാദയ്ക്ക് ജീവിച്ചാ നിങ്ങൾക്ക് നല്ലതെന്ന് സുധീഷ് താക്കീത് നൽകേ. നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ, എന്റെ ഭർത്താവിനെ കൂട്ടി ഞാൻ വരുന്നുണ്ട് എന്നവർ ഭീഷണിപ്പെടുത്തേ. പോയി ആര് വേണമെങ്കിലും വിളിച്ചോണ്ട് വാ, ഞാൻ ഇവിടെ തന്നെയുണ്ട്, എന്തു ചെയ്യുമെന്ന് കാണാലോ എന്ന് സുധീഷ് പറയേ. മാന്യമായിട്ട് നിന്റെ ഭാര്യ നിന്നെ വിട്ടുപോയെന്ന് ചോദിച്ചേനെ, നീയല്ലേ ഇപ്പോ മര്യാദ വിട്ട് പെരുമാറിയത്? ആരോട് എന്താ ചോദിക്കേണ്ടെന്ന് അറിയില്ലേ നിനക്ക് എന്നൊക്കെ അവർ ചോദിക്കേ. എന്റെ കുടുംബത്തെ പറ്റി നിങ്ങൾക്ക് എന്തും വിളിച്ചു പറയാമെന്നാണോ എന്നൊക്കെ സുധീഷും അവരോട് തിരിച്ചു ചോദിക്കുമ്പോഴാണ് ഹരീഷ് തന്റെ ബൈക്കിൽ അതുവഴി വരുന്നത്. അവനെ കണ്ട് ബൈക്ക് നിർത്തി ഹരീഷ് അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന്, എന്ത് സുധീഷേട്ടാ എന്ത് ഇങ്ങനെ വഴക്കിടുന്നത് എന്ന് ചോദിച്ച് ചുറ്റും അത് നോക്കി നിൽക്കുന്നവരെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് ഹരീഷ്. ആ സ്ത്രീ ഹരീഷിനോട് സുധീഷ് മര്യാദയില്ലാതെ പെരുമാറിയെന്ന് പറയും. എടാ ഹരീഷേ, ഞാൻ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുക, അവരാണ് ഇങ്ങോട്ട് കയറി വന്ന് നിന്റെ ഭാര്യ ഒളിച്ചോടി പോയല്ലെന്ന് ചോദിച്ച് എന്നെ എരികെറ്റിയത്. ഞാൻ തിരിച്ചൊന്നും പറയില്ലെന്ന ധൈര്യത്തിലല്ലേ അവരെന്നോട് അങ്ങനെ ചോദിച്ചത്. ഇപ്പൊ അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ നോക്ക് എന്ന് പറഞ്ഞ ആ സ്ത്രീയോടായി പോയി വിളിച്ചോണ്ട് വാ, ആരെ വേണമെങ്കിലും വിളിച്ചോണ്ട് വാ എന്നൊക്കെ സുധീഷ് വിളിച്ചു പറയേ. ഹരീഷ് അവരെ ഒരു വിധത്തിൽ പറഞ്ഞു വിട്ട് സുധീഷിനെ തന്റെ ബൈക്കിൽ കയറ്റി കൊണ്ടുപോവുകയാ. അവനെ തന്റെ ഷോപ്പിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ ഇരിക്കാനുണ്ട് ചെയറൊക്കെ ഇട്ടുകൊടുത്ത് അവന്റെ അരികിൽ ഇരുന്നു കൊണ്ട് ഹരീഷ് ചോദിക്കുന്നുണ്ട്, സുധീഷ് ഏട്ടൻ ഓക്കെ അല്ലേ എന്ന്. അതെ എന്ന് സുധീഷ് പറയേ. എന്തിനാ കണ്ടവരോടെല്ലാം വഴക്കിടാൻ പോകുന്നത്? പറയുന്നവരെന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ എന്ന് വെച്ചൂടെ? നാട്ടുകാരിങ്ങനെയൊക്കെ പരിഹസിക്കുന്നത് നമുക്ക് പുതിയ കാര്യമൊന്നും അല്ലല്ലോ എന്നൊക്കെ ഹരീഷ് പറയേ. സഹിക്കാൻ പറ്റിയില്ലടാ, എത്ര നാളായി നമ്മളും ഇതൊക്കെ സഹിച്ചു കഴിയുന്നു. എന്ത് കാര്യം ചെയ്താലും അത് തല തിരിഞ്ഞാ വരുന്നത്. എങ്ങനെ ഞാൻ ഇതെല്ലാം സഹിക്കും? നിനക്കറിയില്ലേ ഞാൻ എത്ര ജോലിയായിരുന്നു എന്ന്. ഇപ്പൊ നോക്ക്, എന്റെ മുഖത്തൊരു ചിരി പോലും വരുന്നില്ല. മനസ്സാകെ ഒരു പാറക്കല്ലെടുത്ത് നെഞ്ചി വെച്ച പോലെ അത്രയ്ക്ക് ഭാരമാണ്. എന്നെ കൊണ്ടൊന്നും ചെയ്യാനേ കഴിയുന്നില്ല. രാത്രിയാണേൽ ഉറക്കവും വരുന്നില്ല. ആകെ തകർന്നു പോയൊരവസ്ഥയിലാണ് ഞാൻ എന്ന് സുധീഷ് പറയേ. സുധീഷ് ഏട്ടന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. എനിക്ക് ജോലിയില്ല, കണ്ടവരെല്ലാം എന്റെ ജീവിതത്തെ പരിഹസിക്കുകയാണ്. അതൊന്നും എനിക്ക് ഒരു പ്രശ്നമേ അല്ല. പക്ഷേ നിധി വീട് വിട്ടു പോയത്, എന്നോട് സംസാരിക്കാതിരുന്നത്, ഇതെല്ലാം കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ അവൻ സങ്കടത്തോടെ പറയേ. ഏടത്തി തിരിച്ചു വരും സുധീഷേട്ടാ എന്ന് ഹരീഷും അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാടാ അവൾ ഇനി വരില്ലെന്ന് അറിഞ്ഞൂടെ എന്ന് സുധീഷ് ചോദിക്കേ. ഏടത്തി ഉറപ്പായും തിരിച്ചു വരും, സുധീഷേട്ടൻ വിഷമിക്കാതെ എന്ന് ഹരീഷും അവനെ ആശ്വസിപ്പിക്കുകയാണ്. എനിക്കവളെ എത്ര ഇഷ്ടമാണെന്ന് അറിയാമോ? അവൾ എന്താ അക്കാര്യം മനസ്സിലാക്കാത്തത്? റോഡിൽ വെച്ച് കാണുന്ന ഒരാളെ പോലെയാ അവൾ എന്നോട് പെരുമാറുന്നത്. നിങ്ങളോടെല്ലാം അവൾ വളരെ ഫ്രണ്ട്ലിയാ. സുഭാഷ് ഏട്ടനെ അവൾ അവളുടെ സ്വന്തം ചേട്ടനായാ കാണുന്നത്. എന്നെ മാത്രം ഒരു മനുഷ്യനായി പോലും അവൾ കാണുന്നില്ല. എന്ന് വെച്ച് ഞാൻ അത്ര നല്ലവനാണെന്നൊന്നും പറയുന്നില്ല, പക്ഷെ നിധിയുടെ കാര്യത്തിൽ ഞാൻ അങ്ങനെയല്ല എന്നവൻ സങ്കടത്തോടെ പറയേ. അത് വിട്ടേക്ക്, സുഭാഷ് ഏട്ടനെ ഒരു ചേട്ടനായി കാണുന്നത് പോലെ അവൾ നിങ്ങളെങ്ങനെ കാണുന്നില്ലല്ലോ. അതോർത്ത് സന്തോഷിക്കുന്ന ഹരീഷും പറയുന്നുണ്ട്. ഉടനെ തന്നെ അവൾ എന്നെയും ചേട്ടനായി കാണുമെന്നാ വിചാരിച്ചിരുന്നത്. അതിനു മുമ്പേ അവളും വീട് വിട്ടിറങ്ങിപ്പോയി എന്നൊക്കെ അവൻ വീണ്ടും ടെൻഷനോടെ പറയേ. സുധീഷ് ഏട്ടനൊന്നും മിണ്ടാതിരിക്കെ, എല്ലാം അങ്ങ് റെഡി ആയിക്കോളും. ഏടത്തി ഉറപ്പായും തിരിച്ചു വരും. ഇനി ഏടത്തി തിരികെ വീട്ടിലെത്തിയതിനു ശേഷം അവരെ തനിക്ക് ഇഷ്ടമാണെന്ന് തുറന്നു പറ എന്ന് ഹരീഷ് പറയേ. അതിന്റെ ഒരു കുറവേ ഉള്ളൂ ഇപ്പോ. അങ്ങനെ അവൾ തിരിച്ചു വന്നാൽ ഉടനെ നീ പറഞ്ഞതുപോലെ പറഞ്ഞ അപ്പൊ തന്നെ അവൾ വീണ്ടും തിരിച്ചു പോകും എന്ന് സുധീഷ് പറയേ. അതൊന്നും ഉണ്ടാവില്ല സുധീഷ് ഏട്ടാ. സുധീഷ് ഏട്ടന്റെ മനസ്സിൽ എന്താണെന്ന് അവർക്ക് ഇപ്പോഴും അറിയില്ല. അതുകൊണ്ടാണ് എല്ലാം തുറന്നു പറയാനായി പറയുന്നത്. സുധീഷ് ഏട്ടൻ ഇഷ്ടം തുറന്നു പറഞ്ഞ അതിന്റെ മറുപടി എന്താണെന്ന് അറിയാലോ. അതിനുശേഷം പിന്നീട് എന്തു വേണമെന്ന് തീരുമാനിക്കാം. വന്ന ഉടനെ തന്നെ കയറി പറഞ്ഞേക്കരുത്. കുറച്ച് സമയമെടുത്ത് പതിയെ പറഞ്ഞാൽ മതി, പക്ഷെ പറയണം. അതിനുശേഷം പിന്നെ പതിയെ പ്രണയിച്ച് ഒന്നിച്ച് ജീവിച്ചു തുടങ്ങാം. അതൊക്കെ എങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കറിയില്ല. സുധീഷ് ഏട്ടന് അറിയാമല്ലോ. ഏടത്തിയെ നിങ്ങൾ കല്യാണം കഴിച്ച കാര്യമെല്ലാം അങ്ങ് മറന്നേക്ക്. ആദ്യമായി കാണുന്നത് പോലെ ഒന്ന് പെരുമാറി നോക്ക്. സുധീഷ് ഏട്ടന് ആദ്യമായി കാണുന്ന ഒരു പെൺകുട്ടിയോട് ഇഷ്ടമുണ്ടാവുമ്പോ എന്തൊക്കെയാ പറയാൻ തോന്നുക? അങ്ങനെയെല്ലാം പറഞ്ഞ് പതിയെ പതിയെ ലവ് ചെയ്യണം. ഓക്കെ അല്ലേ സുധീഷ് ഏട്ടാ എന്ന് ഹരീഷ് ചോദിക്കെ. കണ്ണിമ വെട്ടാതെ അവനെ തന്നെ നോക്കിയിരിപ്പാ സുധീഷും. എന്താ സുധീഷേട്ടാ ഇങ്ങനെ നോക്കണേ എന്ന് ഹരീഷ് ചോദിക്കേ. നിന്നെ പോലെ ഒരുത്തന്റെ കയ്യിൽ നിന്ന് ലവ് ഡേയ്സ് വാങ്ങിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരുമെന്ന് ഞാൻ സത്യത്തിൽ വിചാരിച്ചില്ല എന്നവൻ പറയുന്നത് കേൾക്കെ ദേഷ്യത്തോടെ അവന്റെ അരികിൽ നിന്ന് എഴുന്നേറ്റ്
എന്നാ ശരി, ഇയാളുടെ ഇഷ്ടത്തിന് പോയി ആരുടെയും കയ്യിൽ നിന്നൊക്കെ അടി വാങ്ങിക്കുക എന്ന് പറഞ്ഞ് ഹരീഷ് പരിഭവത്തോടെ എഴുന്നേറ്റ് പോകുമ്പോഴേക്കും സുധീഷ് വീണ്ടും അവനെ പിടിച്ചു നിർത്തി അറിയാതെ പറഞ്ഞു പോയതാണെന്ന് പറയുമ്പോഴേക്കും നീതുവും അങ്ങോട്ട് വരുന്നുണ്ട്. അവളെ കണ്ട ദേഷ്യത്തോടെ സുധീഷ് അവളെ വഴക്ക് പറഞ്ഞ് ഓടിക്കുകയാണ്. പിന്നീട് സുധീഷ് നിധിയുടെ ഓഫീസിനരികിലെത്തി അവളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴേക്കും ഒരു പാർസൽ വന്നത് വാങ്ങിക്കാനായി ദിവ്യ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അവൾ അത് വാങ്ങിച്ചു പോവാൻ തുടങ്ങുമ്പോഴേക്കും അവിടെ നിൽക്കുന്ന സുധീഷിനെ കണ്ട് അന്ന് ഓഫീസിൽ വന്ന് ബഹളമുണ്ടാക്കിയ ആളാണല്ലോ ഇത്, നിധിയോട് പോയി പറയാം എന്ന് മനസ്സിൽ പറഞ്ഞു പോവാൻ തുടങ്ങുമ്പോഴേക്കും സുധീഷ് 1 മിനിറ്റ് എന്ന് പറഞ്ഞ് അവളെ വിളിച്ചു നിർത്തി നിധി അകത്തുണ്ടോ എന്ന് ചോദിക്കുന്നു. അവൾ ഓഫീസിലുണ്ടെന്ന് ദിവ്യ പറയേ 1 മിനിറ്റ് അവളോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറയാമോ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. ഓഫീസിലേക്ക് കയറി വാ, അവിടെ വെയിറ്റിംഗ് ഏരിയ ഉണ്ടെന്ന് ദിവ്യ പറയുന്നുണ്ടെങ്കിൽ അതൊന്നും വേണ്ട, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തോളാം, അവൾ ഉടനെ വരേണ്ട കാര്യമൊന്നും ഫ്രീ ആയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞാൽ മതി, ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞേക്കണം എന്ന് സുധീഷ് പറയും. അത് സമ്മതിച്ച് ഓക്കെ പറഞ്ഞ് ദിവ്യ ഓഫീസിലേക്ക് കയറി പോവുകയാണ്. പിന്നീട് നിധിയുടെ അരികിലേക്ക് ചെന്ന് സുധീഷ് വന്ന കാര്യം നിധിയെ അറിയിക്കുന്നുണ്ട് ദിവ്യ. നിധി അന്ന് ഓഫീസിൽ വന്ന് ബഹളം ഉണ്ടാക്കിയില്ലേ ഇയാളുടെ ഒരു റിലേറ്റീവ്, അയാൾ വന്നിട്ടുണ്ട് എന്നവൾ പറയേ ഒരു ഞെട്ടിലൂടെ ചുറ്റും നോക്കി ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. ഇവിടെയല്ല, ഓഫീസിന് പുറത്ത് നിൽപ്പുണ്ട് എന്നവൾ പറയേ ദിവ്യയോട് എന്തെങ്കിലും പറഞ്ഞോ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. എന്നോടൊന്നും പറഞ്ഞില്ല, നിധിയെ കാണണം, അവളോടൊന്ന് വരാൻ പറയാൻ പറഞ്ഞു, വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കാനായി ഞാൻ വിളിച്ചു, പക്ഷേ അയാൾ വന്നില്ല എന്നവൾ പറയേ ഓക്കെ താങ്ക് യു, ഞാൻ പോയി കണ്ടോളാമെന്ന് നിധിയും പറയുകയാണ്. പിന്നീട് അവൾ ടെൻഷനോടെ ഇരുന്ന് അന്ന് രാത്രി നടന്ന സംഭവങ്ങളെല്ലാം ഓർത്തെടുക്കുകയാണ്. ഞാനിപ്പോ പോയില്ലെങ്കിൽ സുധീഷ് ഇങ്ങോട്ട് കയറി വരും, അത് പിന്നെ വലിയ തലവേദനയാകും, അങ്ങോട്ട് പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് നിധി എഴുന്നേറ്റ് പോവുകയാണ്. ഇത്രയുമാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.